ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു സാധാരണ നോർമലായിട്ടുള്ള ഒരു നൈറ്റിയെ എങ്ങനെയാണ് ഫ്രോക്ക് നൈറ്റിയായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ നൈറ്റിയുടെ താഴെ അറ്റത്ത് ഉള്ള വശത്ത് നമുക്കങ്ങനെ എടുക്കാം. ഫ്രോക്ക് നൈറ്റിയിൽ താഴെ അറ്റം നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രില്ലിനായിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താഴത്തെ അറ്റം നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴേന്ന് മുകളിലോട്ടായിട്ട് ഒരു 6 ഇഞ്ചിന് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ താഴെയുള്ള ക്ലോത്തും അതുപോലെ മുകളിലുള്ള ക്ലോത്തും ഒന്നുപോലെ ഇരിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഒരു പീസ് കൂടെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യാനായിട്ട് ഞാൻ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് എന്താ 6.5 എന്ന് വെച്ചാൽ ആദ്യത്തത് നമുക്ക് താഴെ തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ അറ്റം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അറ്റം നമുക്ക് മടക്കി അടിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് കൂടുതലായിട്ടിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. ഈ ഫ്രില്ലിൻ്റെ വലിപ്പം ഇത്രയും നീളം വേണ്ടെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ച് വെച്ച് കുറച്ചിട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ നൈറ്റിയുടെ സ്ലീവ് ഭാഗം ഇത് നോർമൽ സ്ലീവാണുള്ളത്, പക്ഷേ നമുക്കിത് പഫ് സ്ലീവായിട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ഈ സ്ലീവിനെ ഒന്ന് ആ സ്റ്റിച്ചൊക്കെ മാറ്റി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതങ്ങ് പിരിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഇത് ബാക്ക് സൈഡ് തിരിച്ചതിന് ശേഷം ആ ഒരു സൈഡുള്ള ആ സ്റ്റിച്ചിനെ ഒന്ന് വരച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് ഇളകി വരും. എന്നിട്ട് നമ്മൾ അടുത്ത സൈഡിൽ ഇതുപോലെ കുറച്ച് നൂല് ഇളകി ഉണ്ടാകും. അതും പിടിച്ചങ്ങ് വലിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റാൻ പറ്റും. ഇങ്ങനെ നൂല് വലിച്ചെടുക്കുമ്പോൾ നിങ്ങൾ 2 സൈഡും മാറി മാറി വലിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ വാങ്ങുമ്പോൾ നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ പിരിച്ചെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റിച്ച് അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. അങ്ങനെ നമുക്ക് 2 സൈഡുമുള്ള സ്ലീവ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സ്ലീവ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഫ് സ്ലീവിനായിട്ട് ഈ 2 സ്ലീവും ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 സ്ലീവ് ഇങ്ങനെ എടുത്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സ്ലീവിൻ്റെ ഇറക്കം 8.5 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വേണ്ട, കുറച്ച് മതിയാണെങ്കിൽ നിങ്ങളത് കണക്കാക്കി എടുത്താൽ മതി. ഇത്രയും സ്ട്രൈറ്റ് ആയിട്ടുള്ള ഇറക്കം നമുക്ക് പഫ് സ്ലീവ് കിട്ടത്തില്ല. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് പൊങ്ങിക്കൊടുക്കും. ഇനി നമുക്ക് സ്ലീവിൻ്റെ മറുവശം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ 6.5 മാർക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പഫ് സ്ലീവിൽ പഫ് നന്നായിട്ട് പൊങ്ങി നിൽക്കും. അതുകൊണ്ട് അത്രയും പൊങ്ങണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ 6.5 എടുക്കാം. ഇല്ല അത്ര വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ചും എടുക്കാം. 4, 4.5, 5 എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ 5 ഇഞ്ചാണ് എടുത്തത്. ഈ സ്ലീവ് ഇവിടെ താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ടേപ്പ് പിടിച്ചതിന് ശേഷം അവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് അങ്ങനെയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് ആം ഹോളിൽ നിന്നും ഷോൾഡറിലോട്ട് അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ചെടുക്കാം. ഇനി നമുക്ക് ആം ഹോളിൽ നിന്നും മുകളിലോട്ട് ഷോൾഡറിലോട്ട് ഒരു 6.5 ഇഞ്ച് വെച്ച് ഒരിക്കൽ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം വരച്ച ആ സ്ട്രൈറ്റ് ലൈനിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 6.5 വെച്ചൊരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണിത്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെന്ന് വെച്ചാൽ മുകളിൽ നിന്നും ഈ ഭാഗം വരെയാണ് നമ്മൾ ബഫിനായിട്ട് ആ ചുരുക്കം ഒന്ന് പിടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഭാഗത്ത് നിന്നും മറുവശം വരെ അങ്ങനെ നമുക്ക് ബഫിനായിട്ടൊന്ന് ആ ചുരുക്കം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ കുഞ്ഞായിട്ട് വേണം ആ ബ്ലീഡ്സ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത ഒരു വശത്തിൽ നിന്നും അടുത്ത വശം വരെ ഞാൻ അതുപോലെ അങ്ങ് പ്ലീറ്റ്സ് ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ താഴത്തെ പോർഷൻ അതുപോലെ പ്ലീറ്റ്സ് കൊടുക്കണം. മുകളിൽ നമ്മൾ പ്ലീറ്റ്സ് ആണെങ്കിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ വശം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവൂ. പഫ് സ്ലീവിൻ്റെ താഴത്തെ വശം നമുക്ക് പല മോഡലുകളിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് താഴത്തെ അറ്റത്തെ വശം നമുക്കിങ്ങനെ പ്ലീറ്റ്സ് പിടിച്ചതിന് ശേഷം അവിടെ വേറൊരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് നമുക്ക് പഫ് സ്ലീവ് എടുക്കാം. അല്ലെങ്കിൽ ശകലം മുകളിലോട്ട് നീക്കി വെച്ച് നമുക്ക് വെറുതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിടാം. ഞാനിവിടെ ജോയിൻ ചെയ്യാതെ വെറുതെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ 2 വശവും ഒന്നുപോലെ നിൽക്കാനായിട്ട് ഇങ്ങനെ അളന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ പഫ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ പഫ് സ്ലീവിൻ്റെ താഴത്തെ വശം ഞാനിതിൽ ഇങ്ങനെ വെറുതെയാണ് സ്റ്റിച്ച് ചെയ്ത് വിട്ടിട്ടുള്ളത്. നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ സ്ലീവിനെ താഴേന്ന് മുകളിലോട്ട് അറേഞ്ച് ചെയ്ത് ഈ സെൻറ്റർ നമുക്ക് കറക്റ്റായിട്ട് പിടിക്കണം.
ഈ സെൻറ്റർ ഭാഗം ആ ഡ്രസ്സിൻ്റെ ഷോൾഡറിൽ കറക്റ്റാണ് വരുന്നതനുസരിച്ച് അവിടെ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ആദ്യം ഒരു വശം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ സ്ലീവിൻ്റെ പോർഷൻ ആം ഹോളിൻ്റെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടത്തില്ല. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലും നമുക്കിതുപോലെ കുറച്ച് സ്പേസ് ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കും. അത് പ്രശ്നമില്ല. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും വണ്ണം ആവശ്യമില്ല. വണ്ണം കൂടുതൽ ആവശ്യമെന്നുള്ളവർ നമ്മുടെ ആ സ്ലീവിൻ്റെ പഫ് ഇത്രയും വലുതായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ശകലം ഒന്ന് ചെറുതായിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് മറുവശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് ചേർത്തടിക്കണം. അതിനായിട്ട് ഈ ഡ്രസ്സിനെ ഒന്ന് നമുക്ക് മറിച്ചെടുക്കാം. ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ആ സ്ലീവിൻ്റെ രണ്ടറ്റവും ചേർത്ത് പിടിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കണ്ടോ, ഇവിടെ ഇത്രയും സ്പേസ് നമുക്ക് എക്സ്ട്രാ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് പ്രശ്നമല്ല. എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ വണ്ണം നമുക്ക് ഇത്രയും തന്നെ മതിയാവും. വണ്ണം കൂടിയവർക്കാണെങ്കിൽ നമുക്കിങ്ങനെ നിൽക്കാൻ പാടില്ല. ആദ്യമേ നമ്മൾ സ്ലീവിൻ്റെ പ്ലേറ്റ്സ് കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കൂടുതൽ ഭാഗം ഇങ്ങോട്ട് വിട്ടിരിക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ രണ്ട് വശവും ആ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ താഴെ ഫ്രില്ലാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ രണ്ട് പീസും എടുത്ത് ജോയിൻ ചെയ്തെടുക്കണം. ഇതിങ്ങനെ ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. അത് ഒരു വശം നമുക്കത് പൊളിച്ച് മാറ്റിയതിന് ശേഷം ജോയിൻ ചെയ്യാം. അപ്പോൾ രണ്ട് പീസും ചേർത്ത് വെച്ച് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് നമ്മളിവിടെ അറ്റത്ത് വരുമ്പോൾ നമ്മളിവിടെ കുറച്ച് ശകലം പീസ് കൂടുതൽ വിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പീസിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത പ്ലേസ് ഒന്ന് പൊളിച്ചെടുത്ത് മാറ്റിയതിന് ശേഷം മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു പീസിൽ താഴെ ഒന്ന് സൈഡ് അടിച്ചിട്ടുണ്ട്, വേറൊരു പീസിൽ സൈഡില്ല. അത് നമുക്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നൈറ്റിയുടെ മുകൾ ഭാഗത്തിൽ ശകലം ഒരറ്റത്തിൽ പൊളിച്ച് വിട്ടിട്ട് അതിൻ്റെ അടുത്ത് കൂടി ജോയിൻ ചെയ്യണം. അത് നമുക്ക് ലാസ്റ്റിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 1 അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് വേണം പ്ലേറ്റ്സ് പിടിക്കാൻ. പ്ലേറ്റ്സ് ഏറ്റവും വലുതായിട്ട് പിടിക്കാൻ പാടില്ല. ഒരു 1/4 ഇഞ്ചിന് അങ്ങനെ മടക്കി വെച്ച് വേണം പിടിക്കാൻ. നിറച്ച് പ്ലേറ്റ്സിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇതുപോലെ തന്നെ മതിയാവും. 1 അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഒരു കുഞ്ഞ് പ്ലേറ്റ് കൊടുക്കണം. ഇങ്ങനെ തന്നെ നമുക്ക് അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസായി നിൽക്കുന്ന ഈ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് താഴേന്നും നമ്മൾ പിരിച്ചു വിട്ട ആ ഭാഗം വരയ്ക്കും ഒന്ന് ജോയിൻ ചെയ്യണം. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം മുകളിലോട്ട് പിടിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ജോയിൻ ചെയ്ത ആ പ്ലേറ്റ്സും അതുപോലെ ആ ക്ലോത്തും നമ്മുടെ നൈറ്റിയുടെ മുകൾ ഭാഗവും ചേരുന്ന ആ സ്ഥലത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം മുകളിലോട്ട് പിടിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ നൈറ്റിയുടെ മുകളിൽ ഭാഗത്തിലൂടെ ആ എൻഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫ്രോക്ക് നൈറ്റി റെഡിയായി.